ഒരുപാട് വേദികളിൽ ചാലക്കുടിയിൽ മണിക്കൊപ്പം ഞാൻ വന്നിട്ടുണ്ട്. ചാലക്കുടിയെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞത് മണിയിലൂടെയാണ്, ലോയി സാറിലൂടെയാണ്, സുന്ദർദാസിലൂടെയാണ്. ഏകദേശം 24 വർഷത്തെ ബന്ധമുണ്ടായിരുന്നു ഞാനും മണിയും തമ്മിൽ. സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ സല്ലാമ എന്ന ചിത്രത്തിൽ ഇന്നും എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന പോലെയാണ്. അതിനു മുമ്പ് മണിയുടെ മിമിക്രിയൊക്കെ കണ്ട് ഞാൻ മണിയുടെ വലിയൊരു ഫാനായിരുന്നു. ഷൊർണോ ഗസ്റ്റ് ഹൗസിൽ കയ്യും കെട്ടി ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന മണിയെ എനിക്കൊരിക്കലും മറക്കാനാവില്ല. അന്ന് തുടങ്ങിയ ഒരു സഹോദര ബന്ധം, ഒരു സ്നേഹബന്ധം, ശരിക്കും മണി, ഞാൻ, നാദിർഷ, ഞങ്ങളൊക്കെ എന്താ പറയുക, ഒരു ആത്മാക്കൾ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ചാണ് എവിടെയും പോയിരുന്നത്. എവിടെ ഷോ പോകുമ്പോഴും മണിയില്ലെങ്കിൽ എനിക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. മണി എൻ്റെ ചങ്കൂറ്റമായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ മണിയെ മിസ് ചെയ്തത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത ദിവസങ്ങളിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മനസ്സവാച അറിയാത്ത കാര്യങ്ങൾക്ക് ഞാൻ ബലിയാടായിക്കൊണ്ടിരിക്കുമ്പോൾ മണി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നേനെ എന്നൊരു ചിന്ത. കാരണം എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് മണി. എനിക്ക് വേണ്ടി ആരൊക്കെ സംസാരിച്ചു എന്നൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷെ മണി മറയില്ലാത്ത സ്നേഹത്തിന്റെ, എല്ലാവരെയും മണിക്ക് വിശദമായിട്ട് അറിയാം. ഇത്രയും ജനുവനായിട്ടൊരാളെ ഞാൻ അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല. ചാലക്കുടിയിലെ ആളുകളുടെ സ്നേഹം ഞാൻ അറിഞ്ഞത് മണിയിലൂടെയാണ്. ശരിക്കും ഞങ്ങൾ ഷോയൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞാനുണ്ടാവാറുണ്ട്, ഷാജോൺ, അരിസ്റ്റേഷോ കേട്ടെ, നാദിഷ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരും. ഭക്ഷണം കുഴച്ചു തരുമ്പോൾ നമ്മളെല്ലാവരും പോയി നിൽക്കും കഴിക്കാൻ. അത്രയ്ക്ക് കൈപ്പണ്ണുള്ളവനായിരുന്നു മണി. ചെയ്യുന്ന കഥാപാത്രങ്ങൾ, സത്യം പറഞ്ഞാൽ മലയാള സിനിമ മണിയെ അധികം ഉപയോഗിച്ചിട്ടില്ല. അത്രയും ഗംഭീരമായി അഭിനയിക്കുകയല്ല, മണി ജീവിക്കുകയാണ് പലപ്പോഴും. ഞാനും മണിയും ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരിക്കലും മണി പോയിന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജനസാഗരം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ചാലക്കുടിക്ക് ഒരിക്കലും മണിയെ മറക്കാനാവില്ല. ചാലക്കുടിയിലെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് മണിയെ കാണാം. ആ മണി എന്നും നമ്മോടൊപ്പം ഉണ്ടെന്ന് ഉറച്ച വിശ്വാസത്തോടെ എന്നും നമുക്കെല്ലാം കൂട്ടായിട്ട് മണിയുടെ ഓർമ്മകളും. കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. നന്ദി. നഷ്ടം നമ്മുടേതാണ്. പറയാൻ അറിയില്ല, അതുകൊണ്ട് നന്ദി. താങ്ക് യു. താങ്ക് യു ശ്രീ ദിലീപ്.